കഴിഞ്ഞ വർഷം നടന്ന താരവിവാഹങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട വിവാഹം നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വിവാഹത്തിൽ പങ്കെടുത്ത് വധൂവരന്മാരെ ആശീർവദിക്കാൻ കേരളത്തിൽ എത്തിയിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും വിവാഹത്തിൽ അതിഥികളായി എത്തിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിലും മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമാണ് എത്തിയത്. ഭാഗ്യയുടെ വളരെ നാളുകളായുള്ള സുഹൃത്ത് ശ്രേയസാണ് താരപുത്രിയെ വിവാഹം ചെയ്തത്. മാവേലിക്കര സ്വദേശികളായ മോഹന്റെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസ് ബിസിനസ്സുകാരനാണ്. വിവാഹശേഷം ഇരുവരും കുറേക്കാലം വിദേശത്തായിരുന്നു. കുടുംബജീവിതം ആരംഭിച്ചിട്ട് 1 വർഷം പിന്നിടുന്ന മകൾ ഭാഗ്യയ്ക്കും മരുമകൻ ശ്രേയസിനും ആശംസകൾ നേർന്ന് നടൻ സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. മകളുടെയും മരുമകന്റെയും മനോഹരമായ ദാമ്പത്യം കണ്ട് താൻ അഭിമാനിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി കുറിച്ചത്. ഒപ്പം കുടുംബചിത്രങ്ങളും താരം പങ്കുവച്ചു. ഒരുമിച്ചുള്ള 1 വർഷം, ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള ഓർമ്മകൾ. എന്റെ പ്രിയപ്പെട്ട ഭാഗ്യയും ശ്രേയസും, നിങ്ങളുടെ 1ാം വിവാഹ വാർഷികത്തിൽ നിങ്ങൾ പങ്കിടുന്ന മനോഹരമായ ബന്ധത്തിൽ ഞാൻ എത്ര അഭിമാനിക്കുന്നുവെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രത്യേക ദിനം നമുക്ക് ഗംഭീരമായി ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എന്റെ ആരോഗ്യം അതിനായി അടുത്തിടെയായി സഹകരിക്കുന്നില്ല. എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു എന്ന് തോന്നുന്ന മറ്റൊരു ദിവസത്തേക്ക് ആഘോഷങ്ങൾ മാറ്റിവെക്കാം. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹസികതയുടെയും ഇനിയും നിരവധി വർഷങ്ങൾ ഒരുമിച്ചുണ്ടാകട്ടെ. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമായി വളരട്ടെ. വാക്കുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു. 1ാം വിവാഹ വാർഷിക ആശംസകൾ എന്നാണ് സുരേഷ് ഗോപി കുറിച്ചത്. നിരവധി പേരാണ് കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ ഭാഗ്യക്കും ശ്രേയസിനും ആശംസകൾ നേർന്നെത്തിയത്. ഒപ്പം സുരേഷ് ഗോപിക്ക് എന്താണ് അസുഖമെന്ന് തിരക്കിയും കമന്റുകളുണ്ട്. പുതിയ കുടുംബ ചിത്രങ്ങളിലും നടൻ അല്പം അവശനാണ്. നിരവധി പേരാണ് ആരോഗ്യം വീണ്ടെടുത്ത് വരാൻ നടന് പ്രാർത്ഥനകൾ നേരുന്നത്. മറ്റു ചിലർ 1 വർഷം കടന്നുപോയി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും വർഷങ്ങൾ വളരെ വേഗത്തിൽ കടന്നു പോകുന്നുവെന്നും കുറിച്ചു. അതേസമയം സുരേഷ് ഗോപിയുടെ അണിയറയിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ ഒറ്റക്കൊമ്പനാണ്. സുരേഷ് ഗോപിയുടെ 250ാമത് ചിത്രമായാണ് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഒറ്റക്കൊമ്പൻ ഒരുങ്ങുന്നത്. കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഈ മലയാള ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ മാത്യൂസ് തോമസ് ആണ്.